അങ്ങനെ ISLൻ്റെ 12ാം സീസണിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആയിട്ട് ഒരു അനൗദ്യോഗികമായിട്ടുള്ള ഒരു ഡേറ്റ് നിലവിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നിലവിൽ പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം, അല്ലെങ്കിൽ ഒരു അനൗദ്യോഗികമായിട്ടുള്ള അല്ലെങ്കിൽ നിലവിൽ ഇപ്പോൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം ഫെബ്രുവരി 5-ാം തീയതിയോടുകൂടി ഈ കുറി ISL ആരംഭിക്കുവാനായിട്ട് സാധിക്കുമെന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് നിലവിൽ പുറത്തേക്ക് വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ISLൻ്റെ കാര്യത്തിൽ നിലനിന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനെല്ലാം പുറമെ ഒരു ടൈറ്റ് ഷെഡ്യൂളാണ് ഇനി വരുവാനായിട്ടിരിക്കുന്നത്. കാരണം ISL നടത്തണമെന്നുണ്ടെങ്കിൽ ജനുവരിയിലെങ്കിലും ആരംഭിച്ചെങ്കിൽ മാത്രമേ ISL ഒരു മെയ് മാസത്തോടുകൂടി അവസാനിപ്പിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. സാധാരണ ഈ ഒരു ടൈം പീരീഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോ ഒക്കെ ആരംഭിച്ച് ആ തരത്തിലുള്ള ചർച്ചകൾ നടക്കേണ്ട സമയത്ത് ISL ആരംഭിക്കുമോ എന്ന തരത്തിലുള്ള സംശയങ്ങളാണ് നിലവിൽ ആരാധകർക്കുള്ളത്. സോ ISL ആരംഭിക്കാൻ തരത്തിലുള്ള, അതായത് ഈ ഒരു ആദ്യം പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ജനുവരി 3rd വീക്ക് എന്നായിരുന്നു. നിലവിലത് ഫെബ്രുവരി 5-ാം തീയതി ആയിട്ടുണ്ട്. ഫെബ്രുവരി 5-ാം തീയതിയോടുകൂടി ISL ആരംഭിക്കുവാനായിട്ട് സാധിക്കുമെന്നാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഭാരവാഹികൾ നിലവിൽ പുറത്തേക്ക് അവരുടെ ഭാഗത്തുനിന്ന് പുറത്തേക്ക് വരുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പോരാത്തതിന് ഈ ഒരു ക്ലബ്ബുകളൊക്കെ തന്നെ, അതായത് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ മുമ്പോട്ടൊരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. നീണ്ട 20 വർഷത്തേക്ക് ഉള്ള ഒരു പ്രപ്പോസൽ, ISLൻ്റെ നടത്തിപ്പിന് വേണ്ടിയുള്ളൊരു പ്രപ്പോസലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു പ്രപ്പോസൽ ഏതാണ്ട് FSDL, ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ISLന് ഇത്രയും കാലം മുൻപോട്ട് നയിച്ചിട്ടുണ്ടായിരുന്ന കമ്പനി മുൻപോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രപ്പോസലിന് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്ന സിമിലർ ആയിട്ടുള്ള ഒരു പ്രപ്പോസൽ തന്നെയാണ് നിലവിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. ഈ ഒരു പ്രപ്പോസൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നീണ്ട 20 വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റിന് വേണ്ടിയാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ശ്രമിക്കുന്നത്. പോരാത്തതിന് എല്ലാ വർഷവും ആനുവൽ ഫീ ആയിട്ട് ക്ലബ്ബുകൾ 1 CR ഈ ഒരു ലീഗിൻ്റെ നടത്തിപ്പിന് വേണ്ടി റേസ് ചെയ്ത് കൊടുക്കണം എന്ന തരത്തിലും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സോ ഈ ഒരു പ്രപ്പോസൽ ക്ലബ്ബുകൾ അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും തന്നെ ISL ഫെബ്രുവരി 5-ാം തീയതിയോട് കൂടി ആരംഭിക്കുവാനായിട്ട് സാധിക്കും എന്ന തരത്തിലാണ് നിലവിൽ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. സോ ഫെബ്രുവരിയിലെങ്കിലും ആരംഭിച്ചെങ്കിൽ മാത്രമേ ഇനി എന്തെങ്കിലും ഒരു ടൈറ്റ് ഷെഡ്യൂളായിട്ടെങ്കിൽ പോലും, അതായത് നമുക്കറിയാം പഴയ ഒരു സ്ട്രക്ചർ വെച്ച് ഒരു കാരണവശാലും ഇക്കുറി ISL, അതായത് ഈ ഒരു സീസൺ നടത്തുവാനായിട്ട് സാധിക്കത്തില്ല. അതിനെല്ലാം പുറമെ പുതിയൊരു ഫോർമാറ്റൊക്കെ രൂപീകരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നതാണ്. 2 റീജിയനായിട്ട് തിരിച്ചിട്ട് അങ്ങനെയൊക്കെ നടത്തുമെന്ന തരത്തിലുള്ള വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നതാണ്. എങ്കിൽ പോലും നിലവിൽ ഒരു പുതിയൊരു അപ്ഡേറ്റും കൂടി വന്നിട്ടുണ്ട്. അതായത് ഹോം ആൻഡ് എവേ മാച്ചസ് ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളത്. സോ ഉറപ്പായും തന്നെ ആ ഒരു തരത്തിലുള്ള സാധ്യതകൾ തീരെയില്ല. അതായത് കലൂർ സ്റ്റേഡിയത്തിലൊക്കെ തന്നെ വെച്ച് മത്സരങ്ങൾ കാണണമെന്ന് ആരാധകർക്ക് വളരെയധികം ആഗ്രഹമുണ്ടായതാണ്. എങ്കിൽ പോലും അതിനുള്ള സാധ്യത ഇക്കുറി, അതായത് ഈ ഒരു ISL സീസണിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. സോ എങ്ങനെയാണെങ്കിൽ പോലും ISL ഇക്കുറി നടക്കട്ടെ എന്ന് തന്നെ പ്രതീക്ഷയാണ് കൂടുതൽ ആരാധകർക്കുമുള്ളത്. സോ ഒരു മികച്ച തീരുമാനം ഉടൻ തന്നെ വിത്തിൻ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു മികച്ച തീരുമാനം പുറത്തേക്ക് വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.